നമുക്ക് പൊസിഷൻ സൈസിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ? വാ ചാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് ലോഡ് സൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് നോക്കാം. അപ്പോൾ ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പൊസിഷൻ സൈസ് കാൽക്കുലേറ്ററാണ്, മൈ എഫ് ബുക്കിൻ്റെ. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. അതായത് കറൻസി പെയർ, ഏത് കറൻസി പെയറിലാണോ അല്ലെങ്കിൽ ഏത് കമ്മോഡിറ്റിയിലാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് അത് വേണം. പിന്നെ അക്കൗണ്ടിലുള്ള കറൻസി USDയിലായിരിക്കും, അപ്പോൾ USD. പിന്നെ അക്കൗണ്ട് സൈസ് അത് നമുക്കൊരു 5000 കൊടുക്കാം. എക്സാമ്പിളാണ് റിസ്ക് റേഷ്യോ. അതായത് ആ ഒരു ട്രേഡ് ലോസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര ഡോളർ ലോസ് വരും എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നോർമലി നമ്മൾക്ക് ഒരു 1% ആണ് റിസ്ക് ചെയ്യാറ്. അതായത് ആ ഒരു റിസ്ക് റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും ഇൻപുട്ട് ചെയ്യാം. ആ ഒരു 1% ഇവിടെ കൊടുക്കാം. അതായത് നിങ്ങൾ ആ ഒരു ട്രേഡ് ലോസ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് $50 മൈനസ് ആവും എന്നതാണ് ഇതിൻ്റെ ഒരു അർത്ഥം. പിന്നെ നമുക്ക് വേണ്ട കാര്യമാണ് സ്റ്റോപ്പ് ലോസ് ഇൻ പിപ്സ് എന്ന് പറയും. അതായത് നമ്മളെല്ലാവരും സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്നവരായിരിക്കും ആണെന്ന് വിചാരിക്കുന്നു. പിപ്സ് എന്താണെന്ന് അറിയായിരിക്കും. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അത് വരുന്നത് അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ചാർട്ടിലേക്ക് പോവാം. ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു യൂറോ USDൻ്റെ ചാർട്ട് ഇവിടെ ഉണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കാം. നിങ്ങൾക്കൊരു ബൈ ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്യണം. എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു ബൈ ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം ഇവിടെയാണ് നിങ്ങളുടെ SL എന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു 1.1639 SL, എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് 1.1649. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇത് വേണമെങ്കിൽ മാനുവലി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എത്ര പിപ്പുണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. എത്ര പിപ്പുണ്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു താഴെ ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു 9.8 എന്ന് കണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇൻ പിപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു നമ്പറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു സ്ലൈഡിൽ ഇൻപുട്ട് ചെയ്യേണ്ടത്. ഇതിപ്പം ഏത് ട്രേഡാണെങ്കിലും അത് തന്നെയാണ്. അതായത് ബൈ ട്രേഡ്സ് ആണെങ്കിൽ ഇങ്ങനെ വരും. ഇപ്പോൾ ഇവിടെയാണ് നിങ്ങൾ SL വെക്കുന്നതെങ്കിൽ 21.3 ആണ്. ഇവിടെയാണ് നിങ്ങൾ SL വെക്കുന്നതെങ്കിൽ 9.8 ആണ് കിട്ടുന്നത്. അതായത് ഈ ഒരു 9.8 പിപ്പ് താഴെ വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് $50 മാത്രമേ പോകാൻ പാടുള്ളൂ. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇൻ പിപ്സ് 9.8 എന്ന് ടൈപ്പ് ചെയ്യാം. ട്രേഡ് സൈസ് സെയിം ആണ്. അപ്പോൾ കാൽക്കുലേറ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് 0.51 ലോഡ്സ് എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ 0.51 ലോഡ്സിൻ്റെ ട്രേഡ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രേഡ് ഇവിടെ വരെ പോയി താഴെ വന്ന് SL അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, $50 ലോസ് വരും. ഇനി ഒരു 1:2 ആണ് നിങ്ങൾ RR വെച്ചതെങ്കിൽ ഈ ഒരു ട്രേഡ് ഇതുവരെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വരും, $100 പ്രോഫിറ്റും വരും. അപ്പോൾ ഇതൊരു റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ആ ഒരു ബ്രോഡായിട്ടുള്ളൊരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇതുവരെ ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാതെ ആണ് ട്രേഡ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വളരെ വലിയൊരു മിസ്റ്റേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ലോഡ് സൈസ് കാൽക്കുലേഷൻ, എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ്, ഏതൊക്കെയാണ് അതിൻ്റെ ലെസൺസ് എന്നൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ പേഴ്സണലി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.